ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിക്കൻ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ കഴിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. ചിക്കൻ ഉപയോഗിച്ചുള്ള പലതരത്തിലും പല വിധത്തിലുമുള്ള പല വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കോഴികളെ വളർത്തുന്ന മോഡേൺ ഫാമുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഫാമുകൾ വർഷാവർഷം സമ്പാദിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് കോഴിയിറച്ചി മാത്രം വിറ്റുപോയത് $200 ബില്യൺ, അഥവാ 16 ലക്ഷം കോടിയിലധികം രൂപക്കാണ്. കോഴികളെ വളർത്താൻ ഇപ്പോൾ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ കരുതുന്നത് പോലെയല്ല മോഡേൺ ചിക്കൻ ഫാമിംഗ് എന്നതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 10,000 കോഴികളെ ഒരുമിച്ച് വളർത്തുന്ന ചിക്കൻ ഫാമുകളും ഫാക്ടറികളുമാണ്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഫാമിങ്ങിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനായി ഏറ്റവും നല്ല മുട്ടകൾ തിരഞ്ഞെടുക്കുന്നതിലാണ്. വലിയ ഫാമുകളിൽ ദിവസവും 1000 മുട്ടകൾ പരിശോധനയ്ക്ക് എത്താറുണ്ട്. വൃത്തിയുള്ളതും നല്ല ആകൃതിയുള്ളതും ഉറപ്പുള്ള തോടുള്ളതുമായ മുട്ടകൾ മാത്രമേ ഇതിനായി തിരഞ്ഞെടുക്കാറുള്ളൂ. ഹാച്ചറികളിൽ ഏകദേശം 70 മുതൽ 80% മുട്ടകളും ഈ പരിശോധനയിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന മുട്ടകളെ ഇൻക്യുബേറ്റർ എന്നു പേരുള്ള മെഷീനിലേക്ക് മാറ്റുന്നു. ഇൻക്യുബേറ്ററുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ടെമ്പറേച്ചർ നിലനിർത്തുന്ന സംവിധാനമാണ്. അതിൽ മുട്ടകൾക്ക് ഏകദേശം 100 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് ഏകദേശം 37.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ലഭിക്കും. അത്തരത്തിൽ ഈ മുട്ടകൾ 21 ദിവസത്തോളം ഇതിനുള്ളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇതിനുള്ളിലെ മെഷീൻ എല്ലാ ദിവസവും പലതവണ ഈ മുട്ടകൾ തിരിച്ചും മറിച്ചുമിടും. മുട്ടകൾ ഇങ്ങനെ തിരിച്ചിടുന്നത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഉള്ളിലുള്ള കോഴിക്കുഞ്ഞ് ശരിയായി വളരില്ല. ഒരു അമ്മക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഈ യന്ത്രം ഓരോ മുട്ടയ്ക്കും ശരിയായ ചൂടും ഈർപ്പവുമെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. 21 ദിവസം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരാൻ തുടങ്ങും. മുട്ടയുടെ തോട് പൊട്ടിക്കാൻ അവ കൊക്കിലുള്ള എഗ് ടൂത്ത് എന്നൊരു ചെറിയ ഭാഗമാണ് ഉപയോഗിക്കുക. ഈ പ്രോസസ്സിന് മണിക്കൂറുകളോളം സമയമെടുക്കാറുണ്ട്. നല്ല സാഹചര്യമാണെങ്കിൽ 90% കോഴിക്കുഞ്ഞുങ്ങളും സുരക്ഷിതമായി തന്നെ പുറത്തുവരും. വിരിഞ്ഞിറങ്ങി ഉടനെ ഇവകൾ അത്ര എനർജറ്റിക്കായി തോന്നില്ലെങ്കിലും പതിയെ ഇവ നടക്കാനൊക്കെ ആരംഭിക്കും. ശേഷം ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് എല്ലാ കോഴിക്കുഞ്ഞിനും ഒരു പ്രത്യേക വാക്സിൻ നൽകുകയാണ് ചെയ്യുക. ചെറിയ തുള്ളിമരുന്നോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ഇവയെ മാരക്സ്, ന്യൂകാസിൽ തുടങ്ങിയ കോഴികളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്സിൻ ഇല്ലെങ്കിൽ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ അസുഖം വന്ന് നേരത്തെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്സിനേഷൻ അവരുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ കൃത്യമായ ടെമ്പറേച്ചർ ഉള്ളതും വൃത്തിയുള്ളതുമായ ഒരു മുറിയിലേക്ക് മാറ്റും. അവിടെ അവ കുറച്ച് ദിവസം വിശ്രമിക്കുകയും വളരുകയും ചെയ്യും. അതിനുള്ളിൽ ഹീറ്റ് ലാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അടിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനിടുക. കുറച്ച് ആഴ്ചകൾ വളർന്നതിന് ശേഷം ചില കോഴിക്കുഞ്ഞുങ്ങളെ മുട്ടയിടാനായി തിരഞ്ഞെടുക്കും. ഈ കോഴിക്കുഞ്ഞുങ്ങളെ മോഡേൺ ലെയർ ഫാമുകളിലേക്ക് മാറ്റുന്നു. ഇവിടെ ഓരോ കോഴിക്കും ചോളം, സോയാബീൻ, കാൽസ്യം, മറ്റു വൈറ്റമിൻസ് എന്നിവയൊക്കെയുള്ള ഫുഡാണ് നൽകുക. ഇവയ്ക്ക് കാൽസ്യം വളരെ പ്രധാനമാണ്. കാരണം അത് കോഴികൾക്ക് ബലമുള്ള തോടുള്ള മുട്ടകളിടാൻ സഹായിക്കും. ഇനി മുട്ടകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. മോഡേൺ ഫാമുകളിൽ മുട്ടകൾ ശ്രദ്ധയോടെ കളക്ട് ചെയ്യാൻ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ മെഷീനുകൾ ഈ മുട്ടകൾ വളരെ ശ്രദ്ധയോടെ ഇത്തരത്തിലുള്ള ബെൽറ്റുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഈ ബെൽറ്റുകൾ മുട്ടകളെ സ്റ്റോർ റൂമിലേക്ക് എത്തിക്കുകയും ചെയ്യും. വലിയ ഫാമുകളിൽ ഒരു ദിവസം 10,000 മുതൽ 1,00,000 വരെ മുട്ടകൾ കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ മെഷീനുകൾ വളരെ ശ്രദ്ധയോടെ മുട്ടകൾ കൈകാര്യം ചെയ്യുന്നത് കാരണത്താൽ മുട്ടകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാറില്ല. കൂടാതെ ഇത് യഥാർത്ഥത്തിൽ ഒരു സമയ ലാഭവുമാണ്. അങ്ങനെ ഈ മുട്ടകൾ കളക്ട് ചെയ്ത ശേഷം അവയെ സാനിറ്റൈസിങ്ങിനും ടെസ്റ്റിങ്ങിനുമായി മറ്റൊരു മുറിയിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അതിനായി ആദ്യം ഈ മുട്ടകൾ ചൂടുവെള്ളവും മൃദുവായ ബ്രഷുകളും ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം മുട്ടകളിൽ സാൽമണല്ല പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവ വൃത്തിയാക്കിയ ശേഷം ക്യാൻഡലിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രോസസ്സിൽ മുട്ടകളെ നല്ല വെളിച്ചത്തിൽ പരിശോധന നടത്തുകയാണ് ചെയ്യുക. മുട്ടയ്ക്കുള്ളിൽ എന്തെങ്കിലും വിള്ളലുകളോ രക്തക്കറകളോ അല്ലെങ്കിൽ ബലമില്ലാത്ത തോടുകളോ ഉണ്ടോ എന്ന് കാണാൻ ഈ ചെക്കിംഗ് സഹായിക്കും. തുടർന്ന് നല്ല മുട്ടകൾ ഉറപ്പുള്ള ട്രേകളിൽ പാക്ക് ചെയ്തെടുക്കുന്നു. 5 ഡിഗ്രി മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലാണ് ഈ മുട്ടകൾ സൂക്ഷിക്കുക. അത് അവയെ ദിവസങ്ങളോളം ഫ്രഷായി നിലനിർത്താൻ സഹായിക്കുന്നു. ഈ ട്രേകൾ പിന്നീട് കടകളിലേക്കും മാർക്കറ്റുകളിലേക്കും അയക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ കൈകളിലെത്തുന്ന മാർക്കറ്റിലെ മുട്ടകൾ.
എന്നാൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും മുട്ടയിടാൻ വേണ്ടി വളർത്തുന്നതല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ചില കോഴിക്കുഞ്ഞുങ്ങളെ ഇറച്ചിക്കായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അതിനുവേണ്ടി ഈ കോഴിക്കുഞ്ഞുങ്ങളെ ബ്രോയിലർ ഫാമുകളിലേക്ക് അയക്കുന്നു. ഈ ഫാമുകളിൽ വേഗത്തിൽ വളരുന്നതും നല്ല മാംസമുള്ളതുമായ കോഴികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുക. ബ്രോയിലർ ചിക്കൻ സാധാരണയായി 6 മുതൽ 7 ആഴ്ചകൾ കൊണ്ട് ഇറച്ചിക്കായി തയ്യാറാകും. ഓരോ ബ്രോയിലർ ചിക്കനും ഉയർന്ന പ്രോട്ടീനും മറ്റുമുള്ള പ്രത്യേക ഭക്ഷണമാണ് നൽകാറുള്ളത്. ചില ഫാമുകളിൽ താപനിലയും വെളിച്ചവും തീറ്റയുമൊക്കെ പരിശോധിക്കാൻ സെൻസറുകളും ക്യാമറകളും പോലും ഉപയോഗിക്കാറുണ്ട്. ഒരു മോഡേൺ ബ്രോയിലർ ഫാമിന് ഒരു സമയം 20,000 മുതൽ 50,000-ഓളം വരെ കോഴികളെ വളർത്താൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം. ബ്രോയിലർ ചിക്കനുകൾ വലുതായി തയ്യാറാകുമ്പോൾ അവയെ ചിക്കൻ പ്രോസസ്സിംഗ് പ്ലാന്റുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഈ ഫാക്ടറികളിൽ ഒരുപാട് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ മാംസങ്ങളാക്കിയ കോഴികളെ പല തവണയായി പല രീതിയിൽ കഴുകിയെടുക്കുന്നു. അതിനുശേഷം ഇതിൽ നിന്നും ചിറകുകൾ, തുടകൾ, ചെസ്റ്റ് പീസ് എന്നിങ്ങനെ പല ഭാഗങ്ങളായി മുറിക്കുകയാണ് ചെയ്യുക. അണുക്കൾ വരാതിരിക്കാൻ എല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുക. പല ഫാക്ടറികളും HACCP പോലുള്ള ഇൻ്റർനാഷണൽ ഫുഡ് സേഫ്റ്റി റൂൾസ് പാലിക്കാറുണ്ട്. ഓരോ വർഷവും ലോകത്താകമാനം 100 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. ഈ കോഴിയിറച്ചി പിന്നീട് പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്തോ തണുപ്പിച്ചോ മാർക്കറ്റുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുക. സത്യത്തിൽ ചിക്കൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ് സത്യം. 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം 31 ഗ്രാം പ്രോട്ടീനും വെറും 3.5 ഗ്രാം കൊഴുപ്പും മാത്രമാണുള്ളത്. ഇതിൽ സെലിനിയം, വിറ്റാമിൻ B6, നിയാസിൻ തുടങ്ങിയ പ്രധാന ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ബീഫിനെയും പോർക്കിനെയും അപേക്ഷിച്ച് ചിക്കനിൽ ബാഡ് ഫാറ്റും കലോറിയും കുറവാണ് എന്നുള്ളതാണ് സത്യം. കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരും കായിക താരങ്ങളുമെല്ലാം ഫുഡ് ഡയറ്റിൽ ചിക്കൻ ഉൾപ്പെടുത്തുന്നത്. കോഴിയുടെ എല്ലുകളിൽ കൊളാജൻ എന്ന പോഷകവും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കോഴിയിറച്ചി എണ്ണയിൽ വറുത്തോ പൊരിച്ചോ ഉപയോഗിച്ചാൽ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിനാൽ കറിവെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. ഇനി കോഴിയെക്കുറിച്ചും കോഴിമുട്ടയെക്കുറിച്ചും നമുക്ക് ചില ഫാക്റ്റുകൾ പരിശോധിക്കാം. ലോകത്ത് അമേരിക്കയും ചൈനയും ബ്രസീലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓരോ വർഷവും ഏകദേശം 4.5 മില്യൺ മെട്രിക് ചിക്കനാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. അതായത് ഒരു വർഷം 130 ബില്യൺ, അതായത് 13,000 കോടിയിലധികം കോഴിമുട്ടകളാണ് നമ്മുടെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന മാംസം എന്ന് പറയുന്നത് കോഴിയുടെ മാംസമാണ്. അമേരിക്കയിലൊക്കെ ഒരു ശരാശരി പൗരൻ ഒരു വർഷം 50 കിലോഗ്രാമിലധികം ചിക്കൻ കഴിക്കാറുണ്ട് എന്നാണ് പല കണക്കുകളും പറയുന്നത്. ഇണക്കി വളർത്തപ്പെട്ട ചുവന്ന കാട്ടുകോഴികളുടെ പിൻതലമുറയാണ് ഇന്ന് കാണുന്ന വളർത്തുകോഴികൾ. കോഴികളെ തമ്മിൽ അംഗം വെട്ടിക്കുന്നത് വിനോദവും വ്യവസായവുമാണ്. ഇതിന് പരിശീലിപ്പിച്ചെടുക്കുന്ന കോഴികളെ അംഗക്കോഴികളെന്നാണ് വിളിക്കാറുള്ളത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള കോഴി അംഗം കേരളത്തിൽ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് സത്യം. ഏതായാലും കോഴിയിറച്ചി കൊണ്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.